ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടൊക്കെയാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് ഇന്നലെ. അമേരിക്കയിൽ നിന്ന് NVIDIAയുടെ റിസൾട്ട് വരികയാണ്. അതോടൊപ്പം തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയുണ്ട്. ഈ രണ്ട് ഇവൻറ്റിൻ്റെ ഇമ്പാക്റ്റാണ് ഇന്ന് അമേരിക്കൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നു. പക്ഷേ മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ വീക്ക് ക്ലോസിംഗ് ആയിരുന്നു. ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ റെക്കോർഡ് ഹൈനടുത്താണ് നിഫ്റ്റിയും സെൻസസ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. കമോഡിറ്റി നോക്കുകയാണെങ്കിൽ കമോഡിറ്റി ഗോൾഡ് ബെറ്റർ ആയിട്ടാണ്, അതുപോലെ തന്നെ സിൽവറും കോപ്പറൊക്കെ ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് മിക്കവാറും നമ്മുടെ നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈ ചെയ്യാനുള്ള സാധ്യതകളാണ്. നാളെ റിലയൻസിൻ്റെ AGM ഉണ്ട്. അതിനു മുമ്പ് റിലയൻസിലും ഒരു മൂവ്മെൻറ്റ് കണ്ടേക്കാം. അപ്പോൾ ഇൻഡെക്സിൽ കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്ഥിതിക്ക് നിഫ്റ്റിയും സെൻസസും മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ഒപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം പോസിറ്റീവാണ്. അഡാനി മിഡിൽ ഈസ്റ്റിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. UAE സബ്സിഡി റിഫോം ചെയ്തിരിക്കുകയാണ് അഡാനി പവർ. തീർച്ചയായിട്ടും അഡാനി പവറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം നമ്മൾ ജിയോ ഫൈനാൻഷ്യൽ സർവീസ് ഗിഫ്റ്റ് സിറ്റിയിൽ ഒരു ഡീല് നടന്നിട്ടുണ്ട്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. PNC ഇൻഫ്ര 350 കോടി രൂപ വരെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. വിപ്രോ ഡെൽ ടെക്നോളജീസ് ആയിട്ട് AI റിലേറ്റഡ് ഒരു അലയൻസ് വന്നിട്ടുണ്ട്. വിപ്രോനെ സംബന്ധിച്ചും അത് പോസിറ്റീവാണ്. ടാറ്റ ടെക്നോളജീസിൽ നല്ല രീതിയിലുള്ള HNI ബൈയിങ് ആണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ലിസ്റ്റിങ്ങിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു ടാറ്റ ടെക്നോളജീസ്. അപ്പോൾ ടാറ്റ ടെക്നോളജീസ് ഇപ്പോൾ മിക്കവാറും അടുത്ത ദിവസങ്ങൾ മുന്നേറാനുള്ള ചാൻസാണ് കാണുന്നത്. നമ്മൾ ടാറ്റ എലക്സി അതുപോലെ തന്നെ നെൽക്കോ ഒക്കെ നല്ല രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നേറിയിട്ടുള്ളത്. നമ്മുടെ റെക്കമെൻഡഡ് സ്റ്റോക്കുകൾ തന്നെയാണ് ഈ 3 സ്റ്റോക്കുകളും. അതോടൊപ്പം തന്നെ NBCC ബോണസ് ഇഷ്യൂ അനൗൺസ് ചെയ്യുകയാണ്. ഓഗസ്റ്റ് 31 NBCCയുടെ ബോണസ് ഇഷ്യൂ. കാരിസിൽ ഇന്ത്യ, കാരിസിൽ UK അവരുടെ സബ്സിഡറിയിലെ സ്റ്റേക്ക് 30% കൂടി അക്കവർ ചെയ്ത് 100% ആക്കിയിട്ടുണ്ട്. കാരിസിലെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മറ്റൊരു മേജർ ന്യൂസ് എന്ന് പറയുന്നത് ജെൻസോളാണ്. ജെൻസോൾ എഞ്ചിനീയറിംഗ് US എൻ്റർ ചെയ്തിരിക്കുകയാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. കാരണം വളരെ ബൂമിങ് സോളാർ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി മാർക്കറ്റാണ് US. വളരെ പിറകിലാണ് മറ്റ് ചൈനയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ US ഇപ്പോൾ അവിടുത്തെ സോളാർ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷനൊക്കെ വളരെ ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് ജെൻസോളിന് തുറന്ന് കിട്ടുന്നത്. മുമ്പ് അമേരിക്കയിൽ എൻ്റർ ചെയ്തിട്ടുള്ള വാരി എനർജി അതിൻ്റെ IPO വരെയാണ് നമ്മുടെ അവിടെ. വാരി എനർജി വലിയ രീതിയിലുള്ള ഗ്രോത്താണ് അമേരിക്കയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ ജെൻസോൾ എഞ്ചിനീയറിങ് വീണ്ടും നല്ല രീതിയിൽ അടുത്ത മാസങ്ങളിലും വർഷങ്ങളിലൊക്കെ മുന്നേറാനുള്ള ചാൻസാണ്. നമ്മുടെ തന്നെ ടോപ്പിക്കുകളിലൊന്നും കൂടിയാണ്. അപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ജെൻസോൾ എഞ്ചിനീയറിംഗ് വാങ്ങി വെക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നന്നായിരിക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ്. തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഹയർ ലെവലിലാണ്. ഓരോ ഹയർ ലെവൽ പോയിന്റ് കടക്കുമ്പോഴും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഓവറോൾ സെൻറ്റിമെൻറ്റ് പോസിറ്റീവ് ബയാസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാം. ഇന്ന് JB ലാമിനേഷൻസ് SME IPO NSEയിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഓപ്പൺ ആയിട്ടുള്ള SME IPO അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യ ഫോസ്ഫേറ്റ്സ് ലിമിറ്റഡ് ഉണ്ട്. അതുപോലെ തന്നെ മെയിൻ ബോർഡിൽ എക്കോ മൊബിലിറ്റി ഇന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ IPOസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനായിട്ട് ഉപകരിക്കും. അതുകൊണ്ട് അത്തരത്തിൽ ഡിസിഷൻ എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഈ IPOകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഇന്ന് നമ്മുടെ ട്രേഡിംഗ് തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനായിട്ടൊരു സ്ട്രോങ് പിക്ക് നമ്മൾ മീഡിയം ടു ലോങ് ടൈമിലേക്ക് കൊടുക്കുന്നുണ്ട്. ട്രേഡിംഗ് ടെർമിനലിൽ കൂടെ എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.